ഇവിടെ വരുവാനും അല്പസമയം ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കാനും ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ മനോഹരമായ ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് വഴിതെറ്റിയാണെങ്കിൽ ഇവിടെ വരുവാൻ ഭാഗ്യം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും എനിക്ക് തോന്നിയത് ഈ പ്രദേശത്ത് രോഗാവസ്ഥയിലുള്ള സഹോദരന്മാരും സഹോദരിമാരും ഇവിടെയുണ്ട്. നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. യേശു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ഏതവസ്ഥയിലേക്കും കടന്നു വരുവാനും നിങ്ങളുടെ മാറോട് ചേർത്ത് പിടിക്കാനും യേശുവിന്റെ സ്നേഹം നിങ്ങളെ സഹായിക്കും. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് വരും. നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം യേശു തരും. വിശ്വസിക്കുക മാത്രം ചെയ്യുക. അതുപോലെ തന്നെ യേശുവിന്റെ അമ്മ പരിശുദ്ധ കന്യാമറിയം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. അമ്മ വേദനിക്കുന്നവരുടെയും ദുരിതം അനുഭവിക്കുന്നവരുടെയും ഒക്കെ കൂട്ടത്തിലുണ്ട്. പരിശുദ്ധ അമ്മയുടെ അത്ഭുതങ്ങൾ ഇന്ന് ലോകത്തിൽ ഒത്തിരി നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. കോവിഡ് കാലത്ത് ഞാൻ എൻ്റെ അടുത്ത ഒരു ബന്ധുവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കടുത്ത പനിയായിരുന്നു. ഞാനും എൻ്റെ സഹോദരിയും കൂടിയാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് കോവിഡ് രോഗമാണെന്ന്. അങ്ങനെ കോഴിക്കോടുള്ള പല ആശുപത്രികളിലും കോവിഡ് രോഗികളെ കൊണ്ട് നിറഞ്ഞതുകൊണ്ട് എൻ്റെ ബന്ധുവിന് അവിടെയൊന്നും അഡ്മിഷൻ കിട്ടിയില്ല. അവസാനം മറുവാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേരും ഈ രോഗിയുടെ അടുത്താണ് ഞങ്ങൾ ഇരുന്നത്. കോവിഡ് രോഗമാണെന്ന് അറിഞ്ഞപ്പോഴും ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ, ഈ കോവിഡ് രോഗം ഞങ്ങൾക്കുണ്ടാകരുതേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസം 2-3 ദിവസം ക്വാറന്റൈനിലിരുന്നു. പക്ഷെ അത്ഭുതകരമായിട്ടും എനിക്കും എൻ്റെ സഹോദരിക്കും കോവിഡ് രോഗം വന്നില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന തമ്പുരാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവിടെ വന്നപ്പോൾ നിങ്ങൾ പലരും പറഞ്ഞു, ക്യാൻസർ രോഗം മൂലം വിഷമിക്കുന്നവരുണ്ട്, ശ്വാസം മുട്ടൽ മൂലം വിഷമിക്കുന്നവരുണ്ട്, മറ്റു പല രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരുണ്ട്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സഹോദരിമാര് അവരുടെ വേദനകൾ ഞങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. എന്റെ സഹോദരന്മാരെ, സഹോദരിമാരെ,